മ്യൂസിക്കിനെ പറ്റി സംസാരിക്കുന്നില്ലേ? പ്രത്യേകിച്ച് നാച്ചുറലി അതിന് ലാഗ് ഉണ്ട്. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. ആക്ച്വലി ആ സോങ് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തോ എങ്ങനെ പക്ഷേ അത് ഇട്ടിട്ട് വെറുപ്പിച്ച് കഴിഞ്ഞാൽ ആരാണെന്ന് വെറുത്തു പോകുന്ന ഒരു അവസ്ഥയും വരും. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? റിപ്പീറ്റ് ഇട്ട് വരുന്ന സമയത്താണ് പലർക്കും അത് അരോചകമായി തോന്നിയത്. ഇഷ്ടപ്പെട്ടവർ വരെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാവകം പോലത്തെ പാട്ടൊക്കെ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് ഇപ്പോ പ്രണവിന്റെ മേക്കപ്പ്. എന്റെ രീതികൾ വ്യത്യസ്തമാണ്, ചെലവ് കൂടിയതാണ്. എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നുന്ന ഒരു കാര്യം ഇതിലെ മേക്കപ്പ് ആണ്. ഓരോരോ ലീലാവിലാസങ്ങള്. അച്ഛനും ലാലങ്ങളുമായിരുന്നു സെക്കൻഡ് ഹാഫ് ചെയ്യാനിരുന്നത്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? അങ്ങനെ ലാലങ്ങൾ ഡേറ്റ് കൊടുത്ത് അച്ഛൻ വയ്യാതായപ്പോഴാണ് ഈ പ്ലാൻ മാറ്റിയത്. ടി വി നമ്മൾ കണ്ടിരിക്കാൻ പറ്റില്ല ഇത്തരം സിനിമകള്. അത്തരം സിനിമകൾ നമ്മുടെ ടി വിയിൽ ലാഗോ ഡ്രാമ സിനിമകളെ നമ്മൾ കാണുന്ന റിപ്പീറ്റ് വാച്ച് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അത് സത്യാവസ്ഥയാണ്. മുതലാളി, പക്ഷെ അന്ന് മത്സരം പോട്ടി ക്ലാഷ് നടക്കുന്ന സമയമാണ്. കാരണം ഫെസ്റ്റിവൽ ആണ്, ആവേശപ്പുറത്ത് ടൈറ്റ് ആണ്, ഒരു അടിക്കുന്ന ഉറപ്പാണ്. അതൊക്കെ മുന്നേ അറിയാലോ. നമ്മള് പിടിച്ചു നിൽക്കണ്ടേ? എനിക്ക് കിട്ടുന്ന തെറിയില്ല. എനിക്ക് ബാക്കി തെറികളെക്കാളും കൂടുതൽ കിട്ടിയതെന്ന് വെച്ചാൽ നിന്റെ തള്ളു കേട്ടിട്ടല്ലേ ഞങ്ങള് പോയി. എന്താ നാം മിണ്ടട്ടെ. ജ്ഞാപകം എന്ന് പറഞ്ഞ പടത്തിന്റെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തത് അതാണ്. ഇതിലെ അതിന്റെ ദപ്പുറത്ത് എല്ലാ വിരലുകളും